ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് കിച്ചൺ പിന്നെ ബെഡ്റൂമാണ്. കിച്ചണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുമ്പോൾ അത് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയാലാണ് നമുക്ക് വർക്ക് ചെയ്യാൻ നല്ല സുഖം ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആ മിസ്റ്റേക്ക് ഞാൻ നിങ്ങൾക്ക് ഇനി അടുത്തൊരു സൈറ്റിൽ വേറെ ആരും കാണുന്നവർ ഇനി റിപ്പീറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി ആ മിസ്റ്റേക്ക് ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാണ്. അതായത് നമ്മൾ കിച്ചണിൽ സ്ലാബ് വാർക്കുന്ന സമയത്ത് 2 ഇഞ്ചാണ് നമ്മൾ സ്ലാബ് വാർക്കാൻ നമുക്ക് ആവശ്യമുള്ളൂ. സ്ലാബ് 2 ഇഞ്ചിൻ്റെ സ്ലാബാണ് നമുക്ക് ആവശ്യമുള്ളൂ. തേപ്പടക്കം 2.5 ഇഞ്ച് നമുക്ക് സ്ലാബ് നമുക്ക് ഇവിടെ കിട്ടിയാൽ മതി. പക്ഷേ ഇവിടെ 4.5 ഇഞ്ച് ഏകദേശം സ്ലാബ് വന്നിട്ടുണ്ട്. നമ്മൾ അതിനടിയിക്കാണ്. മാത്രമല്ല അതിൻ്റെ മേലെയിട്ട ഗ്രാനൈറ്റ് തള്ളിച്ച് ഇട്ടിട്ടില്ല. അതായത് ഗ്രാനൈറ്റ് സ്ലാബിനേക്കാളും ഒരു 3 ഇഞ്ച് ഫ്രണ്ടിലേക്ക് തള്ളിയിടണം. അതും ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ 2 മിസ്റ്റേക്കാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഗ്രാനൈറ്റും തള്ളിയിട്ടിട്ടില്ല, സ്ലാബും അതുപോലെ കൂടുതൽ കനം കൂട്ടി വാർക്കുകയും ചെയ്തു. ആ 2 പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഗ്യാസ് കുറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗ്യാസ് കുറ്റി ഉള്ളിൽ ഉള്ളിൽ വെക്കുന്ന രീതിയിലാണ് പണിതതെങ്കിൽ നമുക്ക് ഗ്യാസ് കുറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ബുദ്ധിമുട്ടാണ്. കാരണം 25 ഇഞ്ച് ഗ്യാസ് കുറ്റി വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഗ്യാസ് കുറ്റി പുറത്ത് വെക്കുന്നതാണ് ഉചിതം. ഒരുപക്ഷെ പുറത്ത് വയ്ക്കാൻ സൗകര്യപ്പെടാത്തവർ ഉള്ളിലാണ് വെക്കുന്നതെങ്കിൽ ആ രീതിക്ക് നമ്മൾ സ്ലാബ് പണിതാലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കിച്ചൺ വൃത്തിയിൽ പണിയാൻ കഴിയുള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് നമുക്ക് ഡോറ് ഇതിനോട് കയറ്റി പണി ചെയ്യാനും പറ്റില്ല. നമുക്കൊരു വൃത്തി കിട്ടില്ല, ഫുൾ ഫിനിഷിങ് കിട്ടില്ല. അത് അതിൻ്റെ രീതിയിൽ പിന്നെ ചെയ്തു കൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കിച്ചൺ സ്ലാബ് വാർക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം 2 ഇഞ്ച് സ്ലാബ് വാർക്കുക, 1/2 ഇഞ്ച് തേപ്പ്, ഗ്രാനൈറ്റ് മേലെ ഇടുമ്പോൾ ഒരു 3 ഇഞ്ച് ഫ്രണ്ടിലേക്ക് തള്ളിയിടുക. ഇതിൻ്റെ സ്ലാബിൻ്റെ ഹൈറ്റും കാര്യങ്ങളും മോഡുലാർ കിച്ചൺ ചെയ്യുന്ന ഒരു സൈറ്റിൽ ഞാൻ നിങ്ങൾക്ക് എത്ര ഹൈറ്റ് ഇടണം, അതിൻ്റെ വിത്ത് എത്ര ഇടണം, ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ താങ്ക് യു.